ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന ഫിഷറീസ് എക്സാമിൻ്റെ മലയാളം ആൻസറൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ 91ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതിഥി എന്നിങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുന്നത്. 92ാമത്തെ ക്വസ്റ്റ്യൻ, നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം. നമുക്കെല്ലാവർക്കും അറിയാം നീചം ഓപ്ഷൻ എ ഉച്ചമാണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ, കാലത്തിന് യോജിച്ചത്. ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ കാലോചിതമാണ്. കാലാനുയോജ്യമല്ല, കാലോചിതമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിൻ്റെ പര്യായ പദം. ഓപ്ഷൻ എ ആണ് രുധിരം. അത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മലയാളം എന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 95, എള്ള് കീറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എള്ള് കീറുക എന്ന ശൈലിയുടെ നമുക്കൊരു വിധം കോമൺ സെൻസ് വെച്ച് അത് കിട്ടും. എള്ളെന്ന് പറയുന്ന സാധനം ഏറ്റവും ചെറിയൊരു സാധനം. അതിനെ കീറുക എന്ന് പറഞ്ഞാൽ അത്ര കർശനമായിട്ട് പെരുമാറുക. ഓപ്ഷൻ സി ആണ് അതിന് ആൻസർ, കർശനമായി പെരുമാറുക. സിംഹി എന്നതിൻ്റെ പുല്ലിംഗ പദം. നമുക്കറിയാം സിംഹം, സിംഹത്തിൻ്റെ സ്ത്രീലിംഗമാണ് സിംഹി. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് സിംഹം. 97ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ. പ്രൊബേഷൻ പീരീഡ് നമുക്കെല്ലാം അറിയാം, ഒരു നിരീക്ഷണ ഘട്ടമാണ്. ഒബ്സർവേഷൻ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ, നിരീക്ഷണ ഘട്ടമാണ്. വരികെടോ പിരിച്ചെഴുതുക. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ എ ആണ്, വരിക പ്ലസ് എടോ. 99, പൂജക ബഹുവചനം ഏത്? ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇത് ഓപ്ഷൻ ബി ആണ്, വൈദ്യരാണ് ഇവിടുത്തെ ആൻസർ, വൈദ്യർ. 100ാമത്തെ ക്വസ്റ്റ്യൻ, വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതുക. ഇത് ഇപ്പം തന്നെ ഒരു 4 പരീക്ഷയ്ക്കാണ് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. വിണ്ടലമാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകുമ്പോൾ എന്താണ്, ഈ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? മലയാളവും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിണ്ടലം എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് തന്നെ അടുത്ത 3 പരീക്ഷയ്ക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പം ഇംഗ്ലീഷും മലയാളമൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഇപ്പോൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇന്നത്തെ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. സബ്മിസീവ് ഒബ്സ്റ്റിനേറ്റ് ഈയിടെ ചെയ്ത. അപ്പോൾ പ്രീവിയസ് ആണ് അതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ എറണാകുളം എൽ.ഡിക്ക് ഞാനിപ്പോൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് കൺഫ്യൂസിങ് വേർഡാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പോഴും കൺഫ്യൂസിങ് വേർഡ്സൊക്കെ ചോദിക്കുന്നുണ്ട്. കോംപ്ലിമെൻ്റാണ് ചോദിച്ചത്. അത് ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും കൺഫ്യൂസിങ് വേർഡ്സ് ഇപ്പോൾ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇനിയുള്ള പരീക്ഷയ്ക്ക്. നമുക്ക് വേറെ GK പഠിക്കുന്നത് പോലെ അല്ല ഇംഗ്ലീഷ് എല്ലാം പഠിക്കുന്നത്. 1 മാർക്ക് എന്തായാലും കിട്ടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.